അതിരപ്പള്ളിയിൽ മൈക്ക് വെടിവെച്ച ആനയ്ക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് ശ്യാം പ്രസാദ്. ഉത്തമൻ ഗോകുൽ VS വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്യാം പ്രസാദിലേക്ക്. ശ്യാം, ചികിത്സ അവിടെ പുരോഗമിക്കുകയാണല്ലോ. ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മൂർത്തി, അതായത് ഈ ആനയെ ഒറ്റപ്പെടുത്തി കൊണ്ടുവന്ന് വെടിവെച്ച് ഈ മയക്കുവെടി വെച്ച് ഇപ്പോൾ നിലവിൽ ചികിത്സ പുരോഗമിച്ചിരിക്കുകയാണ്. ചികിത്സ അവിടെ നടക്കുകയാണ്. അൻസക്കറിയും സംഘവും ആനയ്ക്കടുത്ത് എന്ന് ചെയ്യാവുന്ന ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ പ്ലാന്റേഷൻ്റെ ആ ഭാഗത്തെ റോഡ് പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ്. പ്ലാന്റേഷൻ തൊഴിലാളികളും മറ്റുമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉള്ള ആളുകൾ മാത്രമാണുള്ളത്. മറ്റ് ആളുകളെ ഈ പറയുന്ന ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് ആന ആദ്യം രാവിലെ വന്ന സ്ഥലത്താണ്. ആന ഇവിടെ മറ്റ് 3 ആനകൾക്കൊപ്പമാണ് ഇവിടെ എത്തിയത്. അതിനുശേഷം ആ ഘട്ടത്തിലൊക്കെ ആന വളരെ അവശ നിലയിൽ എന്ന് തന്നെ വേണം പറയാൻ. കാരണം തുടരെ ഈ ആനയുടെ മസ്തകത്തിലെ ആ മുറിവിലേക്ക് ഈ പറയുന്ന പൊടിയും മറ്റുമൊക്കെ മണ്ണുമൊക്കെ വലിച്ചു വാരി എറിയുന്ന ഒരവസ്ഥ. കാരണം അത്രയേറെ ഈ മുറിവേറ്റ് ഒരുപക്ഷെ വേദന അത്രയേറെ സഹിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിലയുറപ്പിച്ച് ഈ മറ്റാനകൾക്കൊപ്പം ഇങ്ങനെ നീങ്ങിയത്. പക്ഷേ ആ മറ്റാനകൾക്കൊപ്പം നിന്ന് ഈ ആനയെ ഒറ്റപ്പെടുത്തി മാറ്റാൻ വനംവകുപ്പിന് കഴിഞ്ഞു. അങ്ങനെയാണ് ഈ മയക്കുവെടി ഉൾപ്പെടെ വെക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ചികിത്സ തുടരുകയാണ്. അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരീക്ഷണവും മറ്റുമൊക്കെ ശക്തമാക്കി. ആ ഘട്ടത്തിൽ ആന കാട് കയറി പോകുന്നു. പടക്കവും മറ്റുമൊക്കെ പൊട്ടിച്ചതിനാൽ തന്നെ പേടിച്ചാണ് കാട് കയറി പിന്നീട് തിരികെ വരുന്നത് മറ്റ് 3 ആനകൾക്കൊപ്പമാണ്. പക്ഷേ ഇന്ന് രാവിലെയും ഈ 3 ആനകൾക്കൊപ്പം ഈ ആന ഉണ്ടായ സമയത്ത് അതിൽ നിന്ന് എങ്ങനെ ഈ ആനയെ മാറ്റും എന്നതായിരുന്നു വനംവകുപ്പ് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി എങ്ങനെ അതിജീവിക്കും എന്നത് നമ്മളും ഏറെ ശ്രദ്ധയോടെ കാത്തിരുന്നു. എന്തായാലും അതൊക്കെ അതിജീവിച്ചിപ്പോൾ ഈ ആനയെ ഒറ്റപ്പെട്ട രീതിയിലെത്തിച്ച് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. മയക്കുവെടി വെച്ചിനിപ്പോൾ അതിൻ്റെ തുടർ ചികിത്സ ഈ ഡോക്ടർ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി ആ ചികിത്സയും മറ്റു കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ചികിത്സ ഇന്ന് തന്നെ ഒരുപക്ഷെ പൂർത്തീകരിക്കാനാവും എന്ന തരത്തിലുള്ള ആണ് ആദ്യഘട്ടം. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ മുറിവിലെ ചികിത്സ ചെയ്യാൻ കഴിയും എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ കൂടുതലായിട്ട് പരിശോധിച്ചാൽ മാത്രമേ ആ മുറിവ് എത്രത്തോളം ആഴമുണ്ട്, അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന കാര്യങ്ങളടക്കം പരിശോധിച്ച് എങ്ങനെയായിരിക്കണം ചികിത്സ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അരുൺ സെക്രട്ടറിയും സംഘവും ഈ മയക്കുവെടി വെച്ച ആനയുടെ അടുത്തെത്തി ചികിത്സ തുടരുകയാണ്. തീർച്ചയായും ആനയ്ക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ.